നമ്മുടെ വിശിഷ്ട അതിഥികൾ സൈനയും നമ്മുടെ മഹിജയും കൂടെ കടന്നിരിക്കണം. സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിനു മുൻപുള്ള ഗെറ്റുഗതറിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള 3 പേരെ നമ്മളിവിടെ ആദരിക്കുകയാണ്. എന്താ വാക്കുകൾ കൊണ്ട് പറയാൻ പോലെ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെല്ലാം പറയണമെന്നുള്ളത്. എന്നാലും ഇങ്ങനെ 34 വർഷം ആയി, 35ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. വടപ്പള്ളിയിൽ നിന്നും ഡിഗ്രി എഴുതി ഇത്രയും ദീർഘകാലം ഒരു ബാച്ച് ഇത്തരത്തിലൊരു കൂട്ടായ്മ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അലൂമിനി അല്ലെങ്കിൽ ഒരു ബാച്ച് കൂട്ടായ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ഗ്രൂപ്പും ഈ ബാച്ചിന്റെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിന് പ്രത്യേകം നമുക്ക് നന്ദി പറയേണ്ടത് സൈനയോട്. ആ ഗ്രൂപ്പിലെ കോർഡിനേറ്റർ കൊണ്ടുവന്ന് സൈന വളരെ വലിയ പങ്ക്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ എല്ലാവരും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ്. ഓരോ മേഖലകളിൽ നല്ല രീതിയിലുള്ള ഇടപെടലും സേവനവും നടത്തുന്നതാണ്. രാജീവൻ കുറിച്ച് പറയുകയാണെങ്കിൽ രാജീവൻ മോഡൽ കോളേജിൽ ലെക്ചറും അവിടെ ഒരു അധ്യാപകൻ എന്നതിലുപരി ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ സന്തോഷാവട്ടെ ഡിപ്പാർട്ട്മെന്റിൽ വളരെ നല്ല അഭിപ്രായമുള്ള വ്യക്തിയാണ്. എല്ലാവരും തന്നെ ശലഭാഷകൻ എന്ന കവിതാ സമാഹാരത്തിൽ സൈനയുടെയും കവിതകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ മറ്റ് പല തരത്തിലുള്ള ആനുകാലിക മാധ്യമങ്ങളിലെല്ലാം തന്നെ സൈനയുടെ ലേഖനങ്ങളും യാത്രാവിവരണങ്ങളും കഥകളും കവിതകളും എല്ലാം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നല്ലൊരു ഗായിക മഹിജ വടപ്പള്ളി കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അന്നത്തെ മാഗസിനുകളിലും കൈയെഴുത്ത് മാസികകളിലെല്ലാം തന്നെ കഥകൾ എഴുതിയിരുന്നതാണ്. മഹിജയുടെ കഥ ഞാൻ വാങ്ങി എൻ്റെ നാട്ടിൽ അവിടെ ഒരു വായനശാലയുടെ ഒരു കൈയെഴുത്ത് മാസികയിൽ അന്ന് കൊണ്ടുപോയി അവിടെ അതിനകത്ത് എഴുതി ഞാൻ ഓർമ്മിക്കുകയാണ്. ഒട്ടേറെ കഥകൾ വെന്തുപോയ വാക്കിടങ്ങൾ എന്ന് പറയുന്ന അതിനകത്ത് 26 കഥകൾ 26ഓളം കഥകളാണ് അതിനകത്ത് മഹിജ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റ് പല കഥകളുടെയും മറ്റ് പലതിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുതിയ കഥകൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കഥയുടെ ഉപ്പ് എന്ന് പറയും. എന്താ പറയാ, കഥയുടെ എഴുതാനുള്ള ഓരോ സംഗതികൾ കഥാതന്തുകൾ തേടിക്കൊണ്ട് യാത്ര ചെയ്യും. ഇന്നിപ്പോൾ ട്രെയിൻ യാത്രയിൽ മഹിജയ്ക്ക് ഒരു കഥാതന്തു നിയമിച്ചിട്ടുണ്ട്. അത് പഠിത്ത സ്ഥലങ്ങളിൽ ഒരു കഥയായി പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. നമ്മുടെ നിർബന്ധം നമ്മുടെ ഡിഗ്രി 1ാം വർഷം ഇവിടെ പഠിച്ചു. പിന്നീട് TTC പോയി, പിന്നീട് ടീച്ചറായി. അതിനുശേഷം പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് റഹ്മാൻ ചെറിയ ഈ കുഞ്ഞുണ്ണി മാഷമാതിരി ചെറിയ കവിതകൾ ഇങ്ങനെ എഴുതി അങ്ങനെ ഒരു നല്ലൊരു കവിയായി പരിചയപ്പെടുത്തലും അതുപോലെ തന്നെ വ്യക്തികളെ പരിചയപ്പെടുത്തലും സ്വാഗത പ്രസംഗത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഇതിലേക്ക് 1-2 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു മനസ്സിന് ഒരു പ്രയാസമാക്കുന്ന ഒരു ദിവസവും സന്ദർഭമാണ്. എന്താ കാര്യം പറഞ്ഞാല് സൈനയെയും മഹിജയെയും പ്രമുഖനെയും ഒക്കെ ആദരിക്കേണ്ട ഒരു സദസ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കരുത് എന്നെനിക്ക് നേരത്തെ തന്നെ വല്ലാതെ മനസ്സിലായി. ഞാനത് പങ്കുവെക്കുകയും ചെയ്തു.
സദസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഇവരെ പൊതു സമൂഹത്തിലേക്ക് അറിയിക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ള ഈ എഴുത്തുകാരെ കൂടുതൽ കൂടുതൽ ആളുകൾ അറിയണം, വായിക്കണം. അതിന് തരത്തിലുള്ള ഒരു ചട്ടം നമുക്ക് എന്തായാലും നമ്മുടെ ഈ ബോട്ടണി കൂട്ടായ്മയുടെ പേരിൽ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. അതിൽ യാതൊരു സംശയം പറഞ്ഞു വരുന്നത് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഭയങ്കര അത്ഭുതമാണ് ഈ 3 പേരെന്ന് പറയുന്നത്. 3 പേരല്ല 4 പേര്. ഒരാളിനെ വളരെ ഗൗരവത്തിൽ ഇരുന്നിട്ട് സാഗോട് ഇങ്ങനെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെപ്പോ എന്നെ ഒന്ന് ആദ്യം പറഞ്ഞത് അത് ഞാൻ എന്തോട്ടാണ് കാരണം പറയുന്നത്. നമ്മള് പഠിക്കുന്ന 4-5 കൊല്ലം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, ഡിഗ്രിയും ഒക്കെ ആയിട്ട് നല്ല ജീവിതം പോയതോട് കൂടിയിട്ട് അന്ന് മാറുകയാണ്. കുട്ടികളോടൊത്തുള്ള കാര്യങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതകൾ, അങ്ങനെ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് പിന്നീട് അങ്ങോട്ട് ആ എഴുത്തുകളെ ഒരുപടി ആളുകൾ, എനിക്ക് പരിചയമുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. ഞാൻ ഒരിക്കലും പരിചയപ്പെടുത്തി പരസ്യമൊക്കെ കവിത തുടങ്ങൽ മാത്രമല്ല, അത് നല്ല തരത്തിൽ പ്രസിദ്ധീകരിക്കുകയും അംഗീകാരമാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ഈ സംസാരിക്കുന്നത് വലിയൊരു അസൂയയുടെ പുറത്തിരുന്നുകൊണ്ടാണ് കേട്ടോ. കാരണം എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള സാധനം. ഞാൻ അത്യാവശ്യം കവിത എഴുതുകയും, പക്ഷെ എന്നിട്ട് എനിക്ക് കഥകളോ കവിതകളോ എഴുതാൻ പറ്റുന്നില്ല, യാത്രാവിവരണങ്ങൾ എഴുതാൻ പറ്റുന്നില്ല. ഇവിടെ സംസാരിച്ച ചന്ദ്രനും സന്തോഷം വളരെ സുദീർഘമായിട്ട് കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ 2 ഭാഷകൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി എനിക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ പേർ പങ്കെടുക്കുന്ന സാഹിത്യ രംഗത്ത് കൂടുതൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരിക്കപ്പെടേണ്ടവരാണ് നമ്മുടെ അഭിമാനികളായ സൈദ, മഹിജ, റഹ്മ, അതേപോലെ ഒരാളുകൂടെ ഉണ്ട് വനജ. വനജയെ പറ്റിയിട്ട് വനജയോട് ഞാൻ ഒരിക്കലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വനജ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഓൺലൈനിലാണ്, പുസ്തകമായിട്ട് ഇതിനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. നമുക്കത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ അക്ഷരങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ദ്രജാലങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. 56 അക്ഷരങ്ങൾ കൊണ്ടാണ് വനജയും മഹിജയും സൈതയും അതുപോലെ റഹ്മയൊക്കെ ഇന്ദ്രജാലം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഇന്ദ്രജാലം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി സന്തോഷത്തോടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളുടെ ഒരു നേർക്കാഴ്ചയായിട്ടും അത് പലപ്പോഴും പ്രതിഫലിക്കാം. നമുക്ക് മറ്റെന്തും ചെയ്യാൻ സാധിക്കും, പക്ഷെ ഒരു കവിത എഴുതുവാനോ അല്ലെങ്കിൽ ഒരു രചന, മറ്റേതെങ്കിലും സാഹിത്യ സമുദായത്തിന്റെ രചന നടത്തുവാനോ നമ്മുടെ ഒരു ഭയം അനുവദിക്കാത്ത ഈ ഒരു ദിവസം കുറേ നാളായിട്ട് സ്വപ്നം കാണുന്നതാണ്. സന്തോഷം പറഞ്ഞ പോലെ ഇത്ര ഒരു ശുഷ്കമായ വേദിയും സദസ്സും ഒന്നും ആയിരുന്നില്ല നമ്മളെല്ലാവരുടെയും സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അറിയാം, ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ കാരണമാണ് വരാൻ പറ്റാത്തതെന്ന് അറിയാം. പിന്നെ എൻ്റെ ഒരു തിരക്ക് കാരണമാണ് ഇന്ന് തന്നെ ഇത് മറ്റുള്ളവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് എൻ്റെ ഇത് നടത്തേണ്ടി വന്നതും എൻ്റെ ഒരു തിരക്ക് കാരണമാണ്. അതിന് ഞാൻ ഇന്ന് വരാൻ പറ്റാത്ത എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഈ മൊമെന്റോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും ഭംഗിയുള്ളൊരു മൊമെന്റോ ഇതുവരെ കിട്ടിയിട്ടില്ല. താങ്ക് യു സോ മച്ച് ചന്ദ്ര, രാജീവ്, അവരെവിടെയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓരോരുത്തരുടെയും മനസ്സ് നിറയ്ക്കുന്ന വാചകങ്ങൾ കൊണ്ട് ഈ മൊമെന്റോയെ ജീവസിദ്ധമാക്കിയത് പ്രിയപ്പെട്ട വനജയാണ്. വനജ, താങ്ക് യു.